ഇന്ന് രണ്ടമ്മമാരുടെ കാര്യം കാണാനിടയായി. ഒന്ന്, ഇപ്പോഴും ചെറുപ്പമായിട്ടുള്ള ഒരുമാതിരി നല്ല വിദ്യാസമ്പന്ന എന്ന് തോന്നുന്ന ഒരമ്മ. ആ അമ്മ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന 26-കാരൻ, അവനെ വള്ളം മറിഞ്ഞ് കാണാതായിട്ടുണ്ട്. 7ാമത്തെ ദിവസമായി. അവൻ്റെ അമ്മ രേഷ്മ, ആ രേഷ്മയെ നമ്മൾ കണ്ടു, ആ അമ്മയെ കണ്ടു. മിക്കവാറും അതെല്ലാവരും ഇടയിൽ ശ്രദ്ധപ്പെട്ട് കാണും. ഇത്ര തൻ്റെ ഇടം ആയിട്ട് ഒരമ്മ ഒരു മകന് വേണ്ടി പൊരുതുന്നത് ഒരു സിംഹിണിയുടെ രൂപത്തിലാണ്. ആ പറയുന്നതൊക്കെ വളരെ അന്തസ്സായിട്ടും വളരെ വ്യക്തമായിട്ടുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവർ നോക്കിയിരുന്നു ഈ മകനെ. കാരണം 7 പേരുമായിട്ട് തോണി പോയതാണ്, മത്സ്യത്തൊഴിലാളിയാണ്, 26 വയസ്സേ ഉള്ളൂ. ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ പോയിട്ട് തിരിച്ചു വന്നില്ല, കടലിൽ പോയിട്ട്. ആ വള്ളം മറിഞ്ഞിട്ട് അതിൽ 3 പേരെ കാണാതായി. 3 പേരെ കാണാതായി. അന്വേഷണത്തിൽ കോസ്റ്റൽ ഗാർഡ്സ് അന്വേഷിച്ച് അതിൽ 2 പേരുടെ മൃതശരീരം കണ്ടുകിട്ടി. ഈ ഗൗതം കൃഷ്ണയെക്കുറിച്ച് ഇന്നുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് ഈ പാവ അമ്മയ്ക്കറിയില്ല. അമ്മ കാത്തിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട്. ഒരു വിവരവും കിട്ടുന്നില്ല. അവരെ പോലീസ് ഉദ്യോഗസ്ഥരോ കോസ്റ്റൽ പോലീസോ ഒന്നും അവരെ സമീപിക്കുന്നില്ല. ഫിഷറീസ് വകുപ്പിൻ്റെ അതോറിറ്റീസ് ആരും അവരെ സമീപിക്കുന്നില്ല. അല്ലെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നില്ല, മകനെ ഇങ്ങനെ കാണാതായി, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണം ഇങ്ങനെയാണ്, ഊർജിതമാണ്. ഒരു വിവരവും അവർക്ക് കൊടുക്കുന്നില്ല, ഒന്നുമില്ല, അന്വേഷണം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഈ അമ്മ വയലൻ്റായി. ആ രേഷ്മയുടെ ഇന്നത്തെ ആ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരമ്മ എങ്ങനെയാണ് ഒരമ്മ ഒരു കുഞ്ഞിന് വേണ്ടി പൊരുതുന്നത് എന്ന് നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. ഞാനത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ആ അമ്മ എങ്ങനെയാണ് മകന് വേണ്ടി ഇത്രത്തോളം പൊരുതുന്നതെന്ന്. അവർ പറഞ്ഞു, ഫിഷറീസ് മന്ത്രിയുടെ വരണം എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? ഇവരെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിൻ്റെ ഓരോ അന്വേഷിക്കാൻ പോയി, എവിടെ വരെ ആയി അന്വേഷണമെന്ന്. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ കടലൊക്കെ കയറി കിടക്കല്ലേ, പുതിയ ന്യായങ്ങളൊക്കെ വളരെ AC ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്, പറഞ്ഞു കൊടുത്തു. അതായത് അവർ വലിയ ഒഴിവഴികളൊക്കെ പറഞ്ഞു അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, അതായതാണ്. അപ്പം ഞങ്ങൾ മറ്റേ മെഷീനറി ഉപയോഗിക്കാൻ പോവാണ്, ഇത് ഉപയോഗിക്കാൻ പോവാണ്, ഇനി അങ്ങനെ നോക്കും, റഡാർ വർക്ക് ചെയ്യിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മയുടെ ഇത് പറഞ്ഞു. അവസാനം അമ്മ ഒരു ചോദ്യം ചോദിച്ചു. അവിടെ ഈ ഫിഷറീസ് വകുപ്പിൻ്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥയുണ്ട്, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, ഡയറക്ടറോ സംതിങ് ലൈക്ക് ദാറ്റ്, അതാ പറഞ്ഞേ. ഈ അമ്മ ചോദിച്ചു, ഇത്രയും മെഷീനറിയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇന്ന് വരെ എന്താ ഇത് അന്വേഷിക്കാൻ എന്ന് ചോദിച്ചു. എൻ്റെ മോനെ കണ്ടെത്താൻ ഒരു ശ്രമം നിങ്ങൾ നടത്താൻ, അവന് ജീവനോടെയോ മരിച്ചോ എനിക്ക് അവനെ ഒന്ന് കാണണം, അവനെ എന്നെ കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, ഇപ്പോൾ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു അന്വേഷണം നിങ്ങൾ എന്താ നടത്താൻ ഞാൻ ചോദിച്ചു. ഇതുവരെ ഇത്രയും മെക്കാനിസമൊക്കെ ഉണ്ടായിട്ട്. ഉടനെ ആ ഒരു സ്ത്രീ മാത്രമേ അങ്ങനെ പറയുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പറയുന്നില്ല. കാരണം പുരുഷന്മാരാരും പറഞ്ഞായിട്ട് അവർക്ക് കേസില്ല. ഒരു ഉദ്യോഗസ്ഥ, അവിടുത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പറഞ്ഞതാണ്. ആ വർത്തമാനം പറയാൻ അറിയാൻ വയ്യാത്ത എൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഇതിനെ ഒന്നും സർവീസ് വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല. ആ വർത്തമാനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ആ അമ്മ അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ? അല്ല, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊരു ഡിമാൻഡ് ഉണ്ടായിട്ടില്ല, ഇനി ഞങ്ങൾ അന്വേഷിക്കാമെന്ന്. അപ്പോൾ ഈ അമ്മ അത് കേട്ട് വയലൻ്റായിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ, അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ വീട്ടിൽ പറഞ്ഞയക്കണം. അതാ അവർ പറഞ്ഞേ, എന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞേക്കണം. ആ സ്ത്രീക്കുമൊക്കെ വീട്ടിൽ പോകാൻ സമയമായി, ഏതാണ്ട് 5 മണിയാവുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയക്കണം, അതാണ് വേണ്ടത്, ഒഴിവാക്കണം. അല്ലാതെ ഇവരെ മോനെ കണ്ട് അതിനെക്കുറിച്ച് ഈ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാനുള്ള ഒരു വിവരം വേണ്ടേ? ആ മര്യാദകേടിൻ്റെ പ്രശ്നമാണ് ഇവിടെ. ഒരമ്മ മകനെ കാണാൻ 7 ദിവസം കൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരമ്മയുടെ അടുത്ത് പറയുന്ന വർത്തമാനമാണ് ഇത്. നിങ്ങളുടെ ഡിമാൻഡ് അവർ വെച്ച് ഞങ്ങൾ ഡിമാൻഡ് ചെയ്താലേ നിങ്ങൾ അന്വേഷിക്കുമോ? എന്ത് കാര്യപരമായിട്ടാണ് അമ്മ ചോദിക്കുന്നത് നോക്ക്. ഞങ്ങളുടെ ഡിമാൻഡ് വേണോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇത് അന്വേഷിച്ച് കണ്ടെടുക്കാൻ ഞങ്ങളുടെ ഡിമാൻഡ് വേണമെന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയല്ലേ?
ഇനി ഞാനിപ്പോൾ ഇനി അന്വേഷിക്കാമെന്ന്, കാരണം ഞാൻ ഡിമാൻഡ് ചെയ്തെന്ന് ഇപ്പോൾ, അതുകൊണ്ട് അന്വേഷിക്കാമെന്ന്. ഇതുവരെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്തില്ല, അതുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന്. നാണമല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? അവരെന്നിട്ട് പറഞ്ഞു, അത് ഫിഷറീസിൻ്റെ മന്ത്രി ഇവിടെ വരണം, ജില്ലാ കളക്ടർ വരണം, ഇത് ഈ ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടെ വന്നിട്ട് അതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം, അതുവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, വെള്ളം പോലും ഞാൻ കുടിക്കുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്നാണ് ആ അമ്മ പറഞ്ഞത്. അതൊരമ്മയാണ് കേട്ടോ, അതും ഒരമ്മയാണ്. അമ്മമാരിങ്ങനാണ്. വളരെ കുറച്ച് അമ്മമാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അല്ലാതെ കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, വളരെ കുറച്ച്. അത് ഇന്നത്തെ ഒരു പ്രതിഭാസമാണ് ഇക്കാലത്തെ. പണ്ടൊന്നും അമ്മമാരെ, ഇപ്പോൾ ഈ അമ്മ നമ്മൾ കണ്ടു, ആ കുഞ്ഞിന് വേണ്ടി പൊരുതുന്നത്, പോരാടുന്ന ഒരു അമ്മയെ നമുക്ക് കണ്ടു. എല്ലാ അമ്മമാരും ഇതുപോലാണ്. അമ്മമാരുടെ മനസ്സിൽ അവർക്ക് സ്നേഹിക്കാനേ അറിയാവൂ അവർ മക്കളെ. പക്ഷേ വേറൊരമ്മയുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായി. അതിലേക്കാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. അതായത് മാനന്തവാടിയിൽ ഇതാണ് ഈ നമ്മുടെ പിന്നെ വയനാട് ജില്ലയാണ്. മാനന്തവാടിയിൽ ഈ തോണിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പിരാക്കണ്ടി കുന്നേൽ ദിനേശൻ എന്ന് പറയുന്ന 50 വയസ്സുകാരൻ, നല്ല മദ്യപാനിയാണ്. അവൻ അതാ ജോലി, മദ്യപിക്കും, എന്നിട്ട് അവൻ്റെ അമ്മയെ ഉപദ്രവിക്കും. ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സരോജിനി എന്ന് പറയുന്ന എൻ്റെ അമ്മ 80 വയസ്സുണ്ട് കേട്ടോ അവർക്ക്. അവർ ഇത് ഈ 1-ാം തീയതി, അതായത് കഴിഞ്ഞ ഈ മാസം 1-ാം തീയതി, ആഗസ്റ്റ് 1-ാം തീയതി ഒരു 3 മണി വൈകുന്നേരം ഒരു 3 മണിക്ക് അവർ ശുചിമുറി പോയിട്ട് അവർ കിടക്കമുറിയിലേക്ക് വരികയാണ്. 80 വയസ്സുണ്ട്, അവരൊന്ന് കിടക്കാൻ വന്നു. അങ്ങനെ വരുമ്പോൾ ഇവൻ മദ്യപിച്ച് വന്നിട്ട് അവരെ തടഞ്ഞു നിർത്തി. എന്താ ചെയ്തതെന്നറിയാവോ? അവരെ തടഞ്ഞു നിർത്തി അവരെ ക്രൂരമായിട്ട് അവരെ മർദ്ദിച്ചത് മാത്രമല്ല, അവരെ ആ കട്ടിലേക്ക് തള്ളിയിട്ടിട്ട് ചെയ്തത് എന്താണെന്നറിയാമോ? ചോദ്യം കഴുത്ത് പിടിച്ച് ഞെക്കി. കഴുത്ത് ഞെരിച്ചുകൊണ്ട് ചോദിക്കുന്നത്, ഇത്രയും പ്രായമായില്ലേ, ഇനിയും ചാവാറായില്ലേ? ഇതാണ് അവൻ ചോദിക്കുന്നത്. മരിക്കാറായില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഈ കൈകളൊക്കെ തിരിച്ചു പിടിച്ചു, കൈയൊക്കെ പിടിച്ച് തിരിച്ചിട്ട് അവരെ ഒരുപാട് അടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം എന്നിട്ട് അവൻ ചോദിച്ചു, ശ്വാസം മുട്ടിച്ചിട്ട് ചോദിച്ചു, ഇത്രയും പ്രായമായി, മരിക്കാറായില്ലേ? എന്താ മരിക്കാത്തെ? അവൻ ചോദിക്കുന്ന ചോദ്യമാണ്. വിഷം തന്നാൽ കുടിക്കാമോ എന്ന് അവൻ ചോദിച്ചതാണ്. അങ്ങനെ അവരെ കളഞ്ഞിട്ടങ്ങ് പോയി അവൻ. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇതിൽ മനം തോന്നിയ അമ്മയുണ്ടല്ലോ, വിഷം തന്നാൽ കുടിക്കാമോ എന്നൊരു മോൻ ചോദിക്കുകയല്ലേ, കൊല്ലാൻ ശ്രമിച്ചു. ഇവൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ. അങ്ങനെ അവർ മണ്ണെണ്ണ എടുത്ത് കുടിച്ചു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവരെ നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അവർ ചികിത്സയിലിരിക്കുമ്പോൾ പോലീസ് വന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അത് വധശ്രമം, അതുപോലെ ക്രൂരമായ മർദ്ദനം, ക്രമസമാധാന ലംഘനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്തിട്ട് കേസെടുത്തു. അപ്പോൾ ആ കേസെടുത്തതിന് ശേഷം ഇവൻ അപ്പോഴത്തേക്ക് ഒളിവിൽ പോയി. ഇവനെ പോലീസ് പോയി നടന്ന് അറസ്റ്റ് ചെയ്തു. ഇവനെ ഒന്നും വെളിവിടരുത്, ഇവനൊക്കെ അവിടെ കിടക്കണം, ഇവൻ അവിടെ കിടന്ന് ചാവട്ടെ ജയിലിൽ. ഇത്രയും ഇവിടെ മദ്യപിച്ച് ഈ അമ്മയെ അടിക്കുന്നവനുണ്ടല്ലോ, അവൻ അവിടെ മദ്യപിച്ച് അവിടെ കിടന്ന് ചാവട്ടെ. മദ്യം കിട്ടത്തില്ല, അവിടെ അവൻ പുഴുത്ത് ചാവണവൻ, അതാണ് വേണ്ടത്. കാരണം ഇങ്ങനെ ഉള്ള ഒരമ്മയെ ഉപദ്രവിക്കുന്നവൻ. അതാ ഞാൻ പറഞ്ഞ 2 അമ്മമാരെ കാണാനിടയായി. ഒരമ്മയുടെ ദൈന്യാവസ്ഥ ഞാൻ കണ്ടു. മറ്റേ അമ്മയുടെ രൂപം ഞാൻ പറഞ്ഞു. അവർ മകന് വേണ്ടി പോരാടുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നു. ഈ മകന് വേണ്ടി പോലും ഈ അമ്മ ഇതുപോലെ പോരാടിയ ഒരമ്മയാണ്. അവർക്ക് 80 വയസ്സായി. 50 വയസ്സുകാരനായ മോനാണ് ഇവരെ ഇതുപോലെ മർദ്ദിക്കുന്നതും കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ ചാവാത്തെ? വിഷം തന്നാൽ കുടിക്കാമോ എന്ന് ചോദിക്കുക. അവൻ കുടിക്കട്ടെ വിഷം, അവരാണോ വിഷം കുടിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കണം.